ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എ ഗൈഡ് ടു ഹെൽത്തി ലിവിങ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സുകളാണ്. ഈ ടോപ്പിക്സ് നിർബന്ധമായിട്ട് പഠിച്ചു പോകണം. ഇതിൽ ഫസ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡാണ്. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡിൽ നിങ്ങൾ മെയിനായിട്ട് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫങ്ഷൻ ആൻഡ് ബേസ്ഡ് ഓൺ ഫുഡ് കീപ്പിംഗ് ക്വാളിറ്റി, ഈ രണ്ട് നിർബന്ധമായിട്ട് പഠിക്കണം. അതായത് ഫുഡ് എന്ത് ചെയ്തിട്ടുണ്ട്, 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫങ്ഷനെ ബേസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേരിയസ് ഫുഡ് ഗ്രൂപ്പ് ബേസ് ചെയ്തിട്ടും ഫുഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫങ്ഷനും ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് കീപ്പിംഗ് ക്വാളിറ്റിയുമാണ്. ഫങ്ഷനെ ബേസ് ചെയ്തിട്ട് ഫുഡ് നമ്മൾ 3 തരത്തിൽ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എനർജി ഈൽഡിങ് ഫുഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ്, പ്രൊട്ടക്റ്റീവ് ആൻഡ് റെഗുലേറ്ററി ഫുഡ്. എനർജി ഈൽഡിങ് ഫുഡിൽ പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, നമുക്ക് എനർജി തരുന്നത്. അതുപോലെ തന്നെ ഫാറ്റുകളും. ബോഡി ബിൽഡിംഗ് ഫുഡ് ആകുമ്പോൾ നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻസ് ആണ് മെയിനായിട്ട് അവിടെ എനർജി തരുന്നത്. നമ്മൾ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുന്നു, കറക്റ്റ് പ്രപ്പോർഷനിൽ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രോട്ടീൻസ് ആണ് അവിടെ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അതിനുള്ള എക്സാമ്പിൾ മിൽക്ക്, മീറ്റ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പ്രൊട്ടക്റ്റ് ആൻഡ് റെഗുലേറ്ററി ഫുഡിൽ വരുന്നത് വിറ്റാമിൻസും മിനറൽസും കാരണം നമ്മുടെ ബോഡിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ധാരാളം അസുഖങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇൻഫെക്ഷനിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതാണ് എന്താണ് ഫുഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫങ്ഷനിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, നിർബന്ധമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ കീപ്പിംഗ് ക്വാളിറ്റി, അതായത് നമ്മൾ ഫുഡ് സൂക്ഷിക്കുന്ന ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പെരിഷബിൾ ഫുഡുണ്ട്, നോൺ പെരിഷബിൾ ഫുഡുണ്ട്. പെരിഷബിൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ആ ഫുഡുകൾക്ക് കുറച്ച് ലൈഫ് സ്പാൻ ഉണ്ടാവുള്ളൂ, കാരണം ആ ഫുഡിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് ആ ഫുഡ് എന്ത് ചെയ്യുന്നു, നമ്മൾ കുറച്ച് ടൈം വെച്ചാൽ തന്നെ അത് കേടുവരും. അങ്ങനെ പെട്ടെന്ന് കേടുവരുന്ന ഫുഡുകളെ നമ്മൾ പെരിഷബിൾ ഫുഡ്സ് എന്ന് പറയുന്നത്. പെട്ടെന്ന് കേടുവരാത്ത ഫുഡുകളെ നമ്മൾ നോൺ പെരിഷബിൾ ഫുഡ് എന്ന് പറയുന്നത്. പെരിഷബിൾ ഫുഡ്, കേടുവരുന്ന ഫുഡിന് എക്സാമ്പിളാണ് മിൽക്ക് പ്രൊഡക്ട്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, എഗ്ഗൊക്കെ എന്തെന്ന് പെട്ടെന്ന് കേടുവരുന്ന വസ്തുക്കളാണ്. ബട്ട് നോൺ പെരിഷബിൾ ഫുഡ്സ് പെട്ടെന്ന് കേടുവരില്ല, അതിൽ വാട്ടർ കണ്ടൻറ്റൊക്കെ വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റും, കുറേ കാലം ഈ ഒരു ഫുഡ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഷുഗർ, ജാഗരി ഒക്കെയാണ് അതിനുള്ള എക്സാമ്പിൾ. പിന്നെ വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് ബേസ്ഡ് ഇൻ വേരിയസ് ഫുഡ് ഗ്രൂപ്പ് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫുഡ് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ICMR എന്ന് പറയുന്ന ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ആ ഒരു പോയിന്റ് നിർബന്ധമായിട്ട് പഠിക്കണം. എക്സ്പാൻഡ് ദ വേർഡ് എന്ന് പറഞ്ഞിട്ട് ICMR കൊടുക്കും. അപ്പോൾ നിങ്ങൾ 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്ന് എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ പഠിക്കേണ്ടത് എന്താണ്, ഈ നോ യുവർ പ്രോഗ്രസ് ഉണ്ടോ അവിടെ എഴുതിയിട്ടില്ല, അതേപോലെ തന്നെ എക്സ്പാൻഡ് ICMR കൊടുക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ പെരിഷബിൾ ഫുഡും നോൺ പെരിഷബിൾ ഫുഡും പഠിക്കണം. പിന്നെ ഫുഡ് ബേസ്ഡ് ഓൺ ന്യൂട്രിയൻ അവൈലബിലിറ്റി, കാരണം ഫുഡ് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എനർജി ഈൽഡിങ് ഫുഡ്, പ്രൊട്ടക്റ്റ് ആൻഡ് റെഗുലേറ്ററി ഫുഡ് ആൻഡ് എന്താണ് ബോഡി ബിൽഡിംഗ് ഫുഡ്. അപ്പോൾ ഇതിലൊക്കെ എന്ത് ചെയ്യണം, ഒരൊറ്റ പോയിന്റ് 2 പോയിന്റ് ഓരോന്നിൽ പഠിച്ചേക്കുക. എനർജി ഈൽഡിങ് ഫുഡ് ആകുമ്പോൾ കാർബോഹൈഡ്രേറ്റും ഫാറ്റും എന്ത് ചെയ്യുന്നു, ഫുഡിന് നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി തരുന്നു. ബോഡി ബിൽഡിംഗ് ഫുഡ് ആകുമ്പോൾ പ്രോട്ടീൻ്റെ ആക്ഷനാണ് അവിടെ നടക്കുന്നത്. പ്രൊട്ടക്റ്റീവ് റെഗുലേറ്ററി ആകുമ്പോൾ അവിടെ നടക്കുന്നത് മിനറൽസിൻ്റെയും വിറ്റാമിൻസിൻ്റെയും ആക്ഷനാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഫുഡ് പിരമിഡാണ്. ഫുഡ് പിരമിഡ് എന്നാൽ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള നമുക്കൊരു നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു പിരമിഡാണ്. ആ പിരമിഡിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് അടങ്ങിയിട്ടുള്ളത്. അതായത് നമ്മൾ എത്ര കഴിക്കണം എന്നൊക്കെ ഈ ഒരു പിരമിഡ് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്താണ് ഫുഡ് പിരമിഡ്, അല്ലെങ്കിൽ ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ ഫുഡ് പിരമിഡിനെ കുറിച്ച് ചോദിക്കും. അപ്പോൾ ഫുഡ് പിരമിഡ് എന്നാൽ എന്ത്, ഫുഡ് പിരമിഡ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും പ്രോപ്പർ ബാലൻസിൽ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഫുഡിൻ്റെ ഒരു പിരമിഡാണ് ഫുഡ് പിരമിഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ഫുഡ് പിരമിഡ് 6 തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഫാറ്റ്, ഓയിൽ അതൊക്കെ നമ്മൾ കുറച്ച് വേണം കഴിക്കാൻ.
അതിൻ്റെയൊക്കെ അളവുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ സൈസ് ഓഫ് കമ്പാർട്ട്മെൻറ്റ് പിരമിഡ് കണ്ടെയ്നിങ് ഈച്ച് ടൈപ്പ് ഓഫ് ഫുഡ് ഇൻഡിക്കേറ്റ് റിലേറ്റീവ് പ്രൊപ്പോർഷൻ ഓഫ് അവർ ഡയറ്റ് ഷുഡ് ബി റെപ്രസെൻറ്റ് ഗ്രെയിൻസ് vegetables fruit should be make bulk and our diet while saving dairy products protein should be fewer. അതായത് ഡയറി പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ടല്ലോ, ഈ എന്താ പറയുക പാല് അങ്ങനെയുള്ള അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, സെറൽ ഗ്രെയിൻസ്, ഫ്രൂട്ട്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത്യാവശ്യം നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. സ്വീറ്റ്സ്, ഓയിൽസ് അങ്ങനെ ഫാറ്റ് അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ എന്താണ് ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കണം. അതൊക്കെയാണ് ഈ ഒരു പിരമിഡിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ പിരമിഡ് നോക്കിയാൽ അറിയാം നമ്മൾ ഏതൊക്കെ ഫുഡ് എത്രത്തോളം കഴിക്കണം എന്നുള്ളത്. പിന്നെ ഇതിലടങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഫുഡ് പിരമിഡിൽ കുറച്ച് നിർദ്ദേശങ്ങൾ നമുക്ക് തരും. അതായത് ഒരു ഡയറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് നിർദ്ദേശങ്ങളുണ്ടാവും. നമ്മൾ വിറ്റാമിൻസ്, പ്രോട്ടീൻസ്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മൾ എക്സസൈസ് ചെയ്യണം. നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് നമ്മൾ ഓവർ വെയ്റ്റ് ആണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുകയും അണ്ടർ വെയ്റ്റ്, അതായത് വെയിറ്റ് കുറവാണെങ്കിൽ അത്യാവശ്യം ബാലൻസ് ചെയ്തിട്ടുള്ള വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്താ ബ്ലഡ് പ്രഷർ, ഹേർട്ട് ഡിസീസ്, സ്ട്രോക്ക്, ക്യാൻസർ, ഡയബറ്റിക്സ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയബറ്റിക്സൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ കുറക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കുന്നതിലൂടെ നമുക്ക് വിറ്റാമിൻസ്, മിനറൽസൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ നിർദ്ദേശങ്ങൾ. അപ്പോൾ ഫുഡ് പിരമിഡിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് ഫുഡ് പിരമിഡ്? ഫുഡ് പിരമിഡ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്തിട്ട് എല്ലാ തരം ഫുഡുകളും ഉൾപ്പെടുന്ന, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ഫുഡുകൾ ഉൾപ്പെടുന്ന ഒരു പിരമിഡ് ആണ് എന്ത്, ഫുഡ് പിരമിഡ് എന്ന് പറഞ്ഞാൽ. അതിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെ ഫുഡ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് വേണം കഴിക്കാൻ. നമ്മുടെ വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. നമ്മൾ എക്സസൈസ് ചെയ്യണം. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സൊക്കെ നമ്മൾ നന്നായിട്ട് കഴിക്കണം. അങ്ങനെ കഴിച്ചാൽ നമുക്ക് വിറ്റാമിൻസ്, മിനറൽസൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത്രത്തോളം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫുഡ് പിരമിഡിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യും, മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചാപ്റ്ററിന് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ അടുത്തത് വരുന്നത് കുക്കിംഗ് ആണ്. കുക്കിങ്ങിൽ വരുന്നത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. 3, 4, 5, 6 ഒബ്ജക്റ്റീവ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ 6 ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഇംപ്രൂവ് ദ ടേസ്റ്റ് ആൻഡ് ക്വാളിറ്റി. നിങ്ങൾക്ക് ഈ വലിയ ഇത് പഠിക്കാൻ കഴിയില്ല, പാരഗ്രാഫ് പഠിക്കാൻ കഴിയില്ലെങ്കിലും ഈ 6 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. നമ്മൾ കുക്ക് ചെയ്ത ഫുഡിൻ്റെ ഒബ്ജക്റ്റീവ്സാണ് പറയുന്നത്. കുക്ക് ചെയ്ത ഫുഡ് നമ്മൾ കഴിച്ചാൽ അതിൻ്റെ ക്വാളിറ്റിയും ടേസ്റ്റും എന്ത് ചെയ്യുന്നു, ഇമ്പ്രൂവ് ചെയ്യുന്നു. അതായത് അതിൻ്റെ എക്സാമ്പിളാണ് റോസ്റ്റിംഗ് കോഫി സീഡ്സ്, ഗ്രൗണ്ട് നട്ട്സ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നു, കുക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് എന്ത് ചെയ്യുന്നു, കൂടുന്നു, ക്വാളിറ്റിയും കൂടുന്നു. ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. കുക്ക്ഡ് ഫുഡ്, നമ്മൾ ഒരു ഫുഡ് കുക്ക് ചെയ്താൽ ആ ഫുഡിൽ അടങ്ങിയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, നശിച്ചു പോകുന്നു. ഇംപ്രൂവ്സ് ഡൈജസ്റ്റബിലിറ്റി. ഇങ്ങനെ കുക്ക് ചെയ്ത ഫുഡ് എന്ത് ചെയ്യുന്നു, നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും, ദഹിക്കും പെട്ടെന്ന്. സോ ഇൻക്രീസ് വെറൈറ്റി. കുക്ക്ഡ് ഫുഡ് എന്ത് ചെയ്യുന്നു, വെറൈറ്റികൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഇൻക്രീസ് കൺസപ്ഷൻ ഓഫ് ഫുഡ്. കൺസപ്ഷൻ കൂട്ടാൻ വേണ്ടി സാധിക്കും. അതായത് അതിൻ്റെ ടെക്സ്ചറും ഫ്ലേവറും ഒക്കെ എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു. പിന്നെ ന്യൂട്രീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഇൻക്രീസ് അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്. അതായത് നമ്മളൊരു കുക്ക് ഫുഡ് ചെയ്താൽ അതിൻ്റെ ന്യൂട്രിയൻസ് അവൈലബിലിറ്റി കൂടുന്നു. അപ്പോൾ ഈ 6 പോയിൻറ്റ്സ് നിർബന്ധമായിട്ട് പഠിക്കണം. കുക്കിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചിലപ്പോൾ ചോദിക്കാം, 4 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ആയിട്ട് ഇത് ചോദിക്കാം. അപ്പോൾ എന്തൊക്കെ എഴുതണം, ഇംപ്രൂവ് ടേസ്റ്റ് ആൻഡ് ക്വാളിറ്റി, ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം, ഇംപ്രൂവ്സ് ഡൈജസ്റ്റബിലിറ്റി, ഇൻക്രീസ് വെറൈറ്റി, ഇൻക്രീസ് കൺസപ്ഷൻ ഓഫ് ഫുഡ്, ഇൻക്രീസ് അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്. ഈ 6 പോയിൻ്റ് പഠിക്കണം. ഇതിലുള്ള മറ്റ് ആ ചെറിയ കുക്കിംഗ് ഇൻക്രീസസ് ക്വാളിറ്റി ഓഫ് പ്രോട്ടീൻ അങ്ങനെയുള്ളത് പഠിച്ചിട്ടില്ലെങ്കിലും ഈ പോയിന്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ വരുന്നത് കുക്കിങ്ങിൻ്റെ പ്രിൻസിപ്പിളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. വെറും 3 പ്രിൻസിപ്പിളുള്ളൂ. ഇത് 3 മാർക്കിനോ 6 മാർക്കിനോ ഒക്കെ ചോദിക്കാം. പ്രിൻസിപ്പിൾ എന്താ ചോദിച്ചാൽ ഈ 3 പ്രിൻസിപ്പിൾ മാത്രം എഴുതിയാൽ മതി. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഒരു 2 വരിയോ 3 വരിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ടു കീപ്പ് ഫ്ലേവർ ഇൻ, അതായത്
അത്യാവശ്യം ഫ്ലേവർ ആയിട്ടുള്ള ഫുഡ് വേണം നമ്മൾ ഇതാക്കാൻ. വെൻ യു കുക്ക് ഫുഡ് വിതൗട്ട് കവറിങ് ഇൻ ഫാറ്റി മീഡിയം കട്ട്ലെറ്റ്സ് അരോമ ഫുഡ് എൻക്ലോസർ ഇൻസൈഡ് ദ ക്രിപ്സ് കവറിങ് ഇറ്റ് മേക്ക് ഫുഡ് ടേസ്റ്റി സ്റ്റിമുലേറ്റ് ഡൈജസ്റ്റീവ് സെക്രിയേഷൻ ഫോർ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ന്യൂട്രിയൻസ്. അതായത് ന്യൂട്രിയൻ്റ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഉള്ളിലാക്കിയിട്ട് പുറത്ത് നമ്മളൊരു കട്ട്ലെറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കട്ട്ലെറ്റിൻ്റെ ഉള്ളിൽ എന്താണ് ഉരുളൻകിഴങ്ങ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രെഡ് കൊണ്ട് ക്രിസ്പ് ആക്കുന്നു, അല്ലെങ്കിൽ റസ്ക് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിസ്പി ആക്കുന്നില്ലേ. അപ്പോൾ എന്താണ് ഇതിൽ ന്യൂട്രിയൻസിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഉള്ളിലേക്ക് ആക്കുകയാണ്. അതാണ് അവിടെ പറയുന്നത്. ടു കീപ് ഫ്ലേവർ ഔട്ട്. Sometimes food is cooked draw out flavor to gravy, mixed vegetable stew. Slow steady cooking brings out changes in texture. The water soluble nutrients are drawn to broth which is tasty beside being nourishing. അതായത് മറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളിലേക്കാണ് അതിൻ്റെ ഫ്ലേവർ ആക്കുന്നത്. ഇത് ഫ്ലേവർ പുറത്തേക്ക് വരുന്നതാണ് ഇവിടെ പറയുന്നത്. ടു കീപ് ഫ്ലേവർ ഔട്ട് ടു മാക്സിമം ന്യൂട്രീറ്റീവ് വാല്യൂ ബൈ യൂസിങ് അപ്രോസ്പേറ്റീവ് കുക്കിംഗ് മെത്തേഡ്സ്. പിന്നെ പറയുന്നത് വ്യത്യസ്ത തരം കുക്കിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ന്യൂട്രീറ്റീവ് വാലിറ്റി എന്ത് ചെയ്യുകയാണ്, കൂട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഈ 3 പ്രിൻസിപ്പിൾ നിർബന്ധമായിട്ട് പഠിക്കാം. പിന്നെ അടുത്തത് പഠിക്കുന്നത് മെത്തേഡ്സ് ഓഫ് കുക്കിംഗ് ആണ്. കുക്കിങ്ങിൻ്റെ മെത്തേഡ്സ്. ഇവിടെ കുറച്ച് മെത്തേഡ്സ്, ഹീറ്റ് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് കുറച്ച് ഫുഡുകൾ ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ചിലത് ഞാൻ പറഞ്ഞുതരാം. ബോയിലിംഗ് എന്തായാലും പഠിക്കണം, പ്രഷർ കുക്കർ പഠിക്കണം, സ്റ്റീമിങ് പഠിക്കണം, അതുപോലെ തന്നെ മൈക്രോവേവ് കുക്കിംഗ്. ഈ 4 മെത്തേഡ്സും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഈ മെത്തേഡ്സ് ഓഫ് കുക്കിംഗ് ചിലപ്പോൾ എസ്സേ ആയിട്ടോ 6 മാർക്കിനോ 3 മാർക്കിനൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, 6 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഇവിടെ പറയുന്നത് വാട്ടർ കൊണ്ട് കുക്ക് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ബോയിലിംഗ് ആണ്. ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എന്ത് ചെയ്യാണ്, 100 ഡിഗ്രി സെൽഷ്യസിൽ കുക്ക് ചെയ്യുന്നതാണ്. അതായത് മാക്സിമം വാട്ടർ ഫുഡിലേക്ക് കൊടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന മെത്തേഡാണ് ബോയിലിംഗ്. അങ്ങനെ ബോയിൽ ചെയ്താൽ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സിംപ്ലസ്റ്റ് മെത്തേഡാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എക്യുപ്മെൻറ്റ്സോ സ്കില്ലുകളോ ഒന്നും ആവശ്യമില്ല. നമുക്ക് അരിയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ബോയിൽ ചെയ്യുന്നത് അല്ലേ. അതിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ എന്താണ്, എല്ലായിടത്തും ഒരേപോലെ കുക്കാകും. പിന്നെ ഇതിനുള്ള ബോയിലിങ്ങിലുള്ള ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ ന്യൂട്രിയൻസ് കുറയും. നമ്മൾ ഫുഡിൽ അത്യാവശ്യത്തിലേറെ മിനിമം വാട്ടറില്ല മാക്സിമം വാട്ടർ ആഡ് ചെയ്താൽ അതിലുള്ള ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നു, ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കളറ് മാറാൻ ചാൻസ് ഉണ്ട്. ടൈം കൺസ്യൂമിങ്, നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും അല്ലേ, ടൈം എടുക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലേവർ ടെക്സ്ചറൊക്കെ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജസ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, സിംപ്ലസ്റ്റ് മെത്തേഡാണ്. അതുപോലെ തന്നെ ദർ ഈസ് നോ റിക്വയർ സ്പെഷ്യൽ സ്കിൽസുകളോ എക്യുപ്മെൻറ്റ്സോ ഒന്നും ആവശ്യമില്ല. യൂണിഫോം കുക്കിംഗ് ആയിരിക്കും. പിന്നെ നമുക്ക് റൈസ് ഗ്രെയിൻസൊക്കെ നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡിസഡ്വാൻറ്റേജസ് ചോദിച്ചാൽ നിങ്ങൾ പറയണം എന്തെങ്കിലും അതിന് ടെക്സ്ചർ നഷ്ടപ്പെടും, ലോസ് ചെയ്യും, കുറേ ടൈം എടുക്കും, ന്യൂട്രിയൻസ് നഷ്ടപ്പെടും, കളറ് നഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയും മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ബോയിലിങ്ങിനെ പറ്റി ചോദിച്ചാൽ 100 ഡിഗ്രി സെൽഷ്യസിലാണ് കുക്ക് ചെയ്യുന്നതാണ് ബോയിലിങ്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ചെയ്താൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ചെയ്താൽ. പിന്നെ സിമ്മറിങ് ആണ്. സിമ്മറിങ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. പിന്നെ വരുന്നത് അതൊക്കെ വാട്ടറിൽ വരുന്നതാണ് ഇതൊക്കെ. പിന്നെ സ്റ്റീം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. സ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റീമിൽ വരുന്നതാണ് പ്രഷർ കുക്കറും സ്റ്റീമിംഗ് ഒക്കെ. നമ്മൾ മോയിസ്റ്റ് ഹീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് സ്റ്റീമിങ്. സ്റ്റീമിങ്ങിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ദിസ് ഈസ് ജനറേറ്റഡ് ഫ്രം വിഗോറസ്ലി ബോയിലിംഗ് വാട്ടർ ഓർ ലിക്വിഡ് ഇൻ പാൻ. ഫുഡ് കംപ്ലീറ്റ്ലി സറൗണ്ടഡ് സ്റ്റീം ആൻഡ് നോട്ട് ബി കോണ്ടാക്ട് വിത്ത് ദ വാട്ടർ ഓർ ലിക്വിഡ്. നമ്മൾ കുറച്ച് വെള്ളം, ഇത്തിരി വെള്ളം കൊടുത്തിട്ട് ആ വെള്ളം ബോയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അടച്ചു വെക്കാതെ നീരാവിയായിട്ട് മേലേക്ക് ഇങ്ങനെ പൊങ്ങിപ്പോകും. ആ ഒരു മെത്തേഡാണ് ഇവിടെ സ്റ്റീമിങ്ങിൽ പറയുന്നത്. സ്റ്റീമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതൊന്ന് ജസ്റ്റ് പഠിച്ചു പോകുക. പിന്നെ വരുന്നത് പ്രഷർ കുക്കറാണ്. പ്രഷർ കുക്കർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. പ്രഷർ കുക്കർ എന്ന് പറഞ്ഞാൽ സ്റ്റീമിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ് പ്രഷർ കുക്കർ. അങ്ങനെ കുക്ക് ചെയ്യുന്ന മെത്തേഡാണ് പ്രഷർ കുക്കിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രഷർ കുക്ക് ചെയ്താൽ നമുക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജസ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ഫുഡ് ലെസ് ടൈമിൽ ഫുഡ് കുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മുടെ ഫ്യൂവൽ നമുക്ക് സേവ് ചെയ്യാം, അതായത് ഗ്യാസൊക്കെ നമുക്ക് പെട്ടെന്ന് സേവ് ചെയ്യാൻ പറ്റും. കുറച്ച് ടൈം എടുത്തുകൊണ്ട് തന്നെ ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും.
പറ്റും. ന്യൂട്രിയൻറ്റും ഫ്ലേവറും ഒന്നും ഇവിടെ കുറച്ച് നഷ്ടപ്പെടുകയാണെങ്കിൽ തന്നെ, അല്ലാതെ വല്ലാതെ ഒന്നും നഷ്ടപ്പെടില്ല. ഡിഫറെൻറ്റ് ഐറ്റംസ് ഒരേ സെയിം ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ഫ്ലേവർ മിക്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ്, ആ ഒരു എക്യുപ്മെൻറ്റ് പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതർവൈസ് അതൊരു ആക്സിഡൻ്റ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫുഡ് മേ ബി അൺഡിസറബിളി സോഫ്റ്റ്. പ്രഷർ കുക്കറിൽ നമ്മൾ ഉണ്ടാകുന്നത് അൺഡിസറബിളി സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ വരുന്നത് ഫാറ്റാണ്. ഫാറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വല്ലാതല്ല, എക്സാമിന് വല്ലാതെ ചോദിക്കാറില്ല ഫാറ്റ്. എയറിൽ ബേക്കിംഗ്, അതൊക്കെയാണ്. ബേക്കിങ്ങും ഗ്രില്ലിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള, റോസ്റ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ എഴുതിയാൽ മതി. ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണൊക്കെ. സോ പിന്നെ വരുന്നത് കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ ചില സമയത്ത് ചോദിക്കാറുണ്ട്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ റോസ്റ്റിങ്ങും സ്റ്റീവിങ്ങും ഒക്കെ പാടെ കോമ്പൈൻ ചെയ്തിട്ട് പാനിൽ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. അതായത് whole meal can be cooked one pan which is save time and fuel. എല്ലാ സാധനവും നമുക്ക് ഒരൊറ്റ പാനിൽ തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമയവും ഫ്യൂവലൊക്കെ സേവ് ചെയ്യാം. അതുപോലെ തന്നെ ടഫ് കട്ട് ഓഫ് മീറ്റ് ക്യാൻ ബി യൂസ്ഡ്. ഏറ്റവും ടഫായിട്ടുള്ള കട്ടുള്ള മീറ്റ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രൈസിങ്ങിലൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഫുഡ് മേ നോട്ട് ഡെവലപ്പ് എ ഗുഡ് നല്ലൊരു കളർ ഇതിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും പഠിക്കണം. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക്, അത് നമുക്കറിയാമല്ലോ, എന്താ പറയുക, നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണല്ലോ ഓവനുകളൊക്കെ. സോ അതൊക്കെ യൂസ് ചെയ്ത് കുക്ക് ചെയ്യുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഹീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഡു നോട്ട് റിക്വയർ എനി മീഡിയം ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഇൻ കുക്കിംഗ്. അതായത് നമ്മളൊരു ഹീറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവും, ഹീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള ലൈറ്റാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, എനർജി, അതായത് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു വേവ് ഉണ്ടല്ലോ, നമുക്കറിയാം ധാരാളം UV ലൈറ്റ്, ഇൻഫ്രാറെഡ്, അങ്ങനെയുള്ള കുറേ വേവ്സ് ഉണ്ടല്ലോ. ഇതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഫുഡ് പെട്ടെന്ന് കുക്ക് ചെയ്യുന്നു, എല്ലാ സ്ഥലത്തും ഒരേപോലത്തെ യൂണിഫോം ആയിട്ട് ഫുഡ് നമുക്ക് കിട്ടും, കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ് കിട്ടും. പിന്നെ ലെസ് ഡിസ്ട്രക്ഷൻ ഓഫ് ന്യൂട്രിയൻസ്, കുക്കിംഗ് ടൈം ഈസ് ഷോർട്ട്. അതായത് പെട്ടെന്ന് കുറഞ്ഞ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുക്ക് ചെയ്തെടുക്കുക. ന്യൂട്രിയൻസ് ഒന്നും നഷ്ടപ്പെടില്ല. നമുക്കതിൻ്റെ നാച്ചുറൽ കളറൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫ്രൈയിങ് കനോട്ട് ബി ഡൺ. അതായത് നല്ലോണം ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതിൽ സാധിക്കില്ല. പിന്നെ ഷോർട്ട് കുക്കിംഗ് ടൈം മേ ഗീവ് നോട്ട് ചേഞ്ച് ടു ബ്ലെൻഡിങ് ഫ്ലേവർ. കൺവെൻഷണൽ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഇതാക്കാൻ വേണ്ടി സാധിക്കില്ല, കുക്ക് ചെയ്യാൻ സാധിക്കില്ല. ചില സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, കുക്ക് ചെയ്ത് പോകും. സോ നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം ശ്രദ്ധിക്കണം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ ഓവനിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് എന്താണ്, കുക്കിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിക്കണം, കുക്കിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ പഠിക്കണം, അതുപോലെ തന്നെ ബോയിലിങ്, സ്റ്റീമിങ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, പിന്നെ ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ, ബോയിലിങ്, പ്രഷർ കുക്കിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ പഠിക്കണം. പിന്നെ നമുക്ക് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ന്യൂട്രിയൻസ് ഡ്യൂറിങ് കുക്കിംഗ്. കുക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ന്യൂട്രിയൻസ് ലോസ് ആക്കും. ഇതിനുള്ള ഒരു 6 പോയിൻ്റെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. സിമ്പിളാണ്. അതായത് ഓവർ വാഷ്, നമ്മൾ ഓവറായിട്ട് ഫുഡ് വാഷ് ചെയ്താൽ അതിലുള്ള വിറ്റാമിൻസ് ബി എന്ന് പറയുന്ന വിറ്റാമിൻ ബി എന്ത് ചെയ്യുന്നു, മിനറൽസും നഷ്ടപ്പെടും. അതായത് പൾസസ്, സെറൽസൊക്കെ നമ്മൾ നല്ലോണം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിലടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ബിയും മിനറൽസും ഒക്കെ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. ഓവർ പീലിംഗ്, അതായത് നമ്മൾ ഈ പൊട്ടാറ്റോ ഒക്കെ ഉണ്ടല്ലോ, ബോയിൽ ചെയ്യുന്നതിൻ്റെ മുന്നേ പീൽ ചെയ്യുന്നത്, അങ്ങനെ പീൽ ചെയ്താൽ അതിലുള്ള വിറ്റാമിൻ ബി എന്ത് ചെയ്യുന്നു, ലോസ് ആവുന്നു. വാഷിംഗ് ആഫ്റ്റർ കട്ടിങ്, നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഫുഡ് വാഷ് ചെയ്താൽ അതിനുള്ള വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻസും മിനറൽസും എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നത് വാഷ് ചെയ്യണം ചില വെജിറ്റബിൾസൊക്കെ. ഓവർ സോക്കിങ്, അതായത് നമ്മൾ കുറേ ദിവസം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ, നമ്മൾ ധാരാളം ഫുഡുകൾ വെള്ളത്തിലിട്ട് വെക്കുമല്ലോ, ഈ പൾസസൊക്കെ. സോ അതൊരു 2-3-4 ദിവസം അധികം ഇട്ടാൽ അതെന്ത് ചെയ്യുന്നു, പോയിസണായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഓവറായിട്ട് സോക്ക് ചെയ്യരുത്. പിന്നെ
പിന്നെ വരുന്നത് ഇന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് ഓവർ കുക്കിംഗ്. നമ്മൾ ഓവറായിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്താൽ അതെന്ത് ചെയ്യുന്നു, നമുക്ക് ഡൈജസ്റ്റബിൾ ആവില്ല. സോ നമ്മൾ അങ്ങനെ കുക്ക് ചെയ്യാൻ പാടില്ല. റീഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ റീഹീറ്റിംഗ് ഫുഡ് ആഫ്റ്റർ കുക്കിംഗ് ആൾസോ ഡിസ്ട്രോയ് ന്യൂട്രിയൻസ്. നമ്മൾ ഫുഡ് ഒരു വട്ടം കഴിച്ചു, പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചു, പിന്നെ അത് അങ്ങനെ ചൂടാക്കി കഴിക്കുമല്ലോ, അങ്ങനെ കഴിച്ചാലും അതിലുള്ള ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതിൽ നിങ്ങളെ പഠിക്കേണ്ട പോയിൻറ്റ്സ്, അത് കുക്ക് ചെയ്യുമ്പോൾ എന്താണ് ന്യൂട്രിയൻസ് എങ്ങനെ ലോസ് ആവും എന്ന് ചോദിക്കും. അതിനുള്ളതാണിത്. ഓവർ വാഷ് ചെയ്യാൻ പറ്റൂല, ഓവറായിട്ട് പീൽ ചെയ്യാൻ പറ്റൂല, അതുപോലെ തന്നെ ഓവറായിട്ട് സോക്ക് ചെയ്യാൻ പറ്റൂല, ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പറ്റൂല, ഓവറായിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റൂല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതെപ്പോഴും മൂടി വെക്കണം, കവർ ചെയ്യണം. ഓവർ കുക്കിംഗ് അൺകവേർഡ്, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കവർ ചെയ്തിട്ടില്ലെങ്കിലും ഫുഡിലുള്ള ന്യൂട്രിയൻസ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തും നമ്മൾ ഓവറായിട്ട് വെള്ളം യൂസ് ചെയ്താലൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ന്യൂട്രിയൻസ് ലോസ് ആവുന്നു. റീഹീറ്റിങ്, വാഷിംഗ് ആഫ്റ്റർ കട്ടിങ്, നിങ്ങൾ ഇതിലുള്ള ഈ ഒരു ചെറിയ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അതെന്തായാലും നിങ്ങൾ പഠിക്കണം കേട്ടോ. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പിന്നെ നമുക്കിവിടെ വരുന്നത് കൺസർവേഷൻ ഓഫ് ന്യൂട്രിയൻസ്. ഇങ്ങനെ നഷ്ടപ്പെടുന്ന ന്യൂട്രിയൻസ് എങ്ങനെയൊക്കെ നഷ്ടപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. നമുക്ക് ഈ നഷ്ടപ്പെടാതെ നമുക്ക് എങ്ങനെ അത് കൺസർവ് ചെയ്യാം, അത് നമുക്ക് സംരക്ഷിക്കാം. ന്യൂട്രിയൻസ് സംരക്ഷിക്കണമെങ്കിൽ വാഷ് ഇൻ മിനിമം വാട്ടർ, അതായത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ എപ്പോഴും എന്ത് ചെയ്യണം, ഫുഡ് വാഷ് ചെയ്യണം. വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നമ്മൾ വാഷ് ചെയ്യണം. അതുപോലെ തന്നെ ഈ നമ്മൾ പൾസസ് സെറൽസ് കൊണ്ടല്ല, അത് ഓവറായിട്ട് സോക്ക് ചെയ്യാൻ പറ്റില്ല, വെള്ളത്തിൽ അധിക ദിവസങ്ങളിലൊന്നും നിർത്താൻ പറ്റൂല. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കവർ ചെയ്യണം. കവർ ഫുഡ് വൈൽ കുക്ക് ചെയ്യുമ്പോൾ ഫുഡ് എപ്പോഴും കവർ ചെയ്യണം. യൂസ് മിനിമം വാട്ടർ ടു കുക്ക് വെജിറ്റബിൾസ് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ളത്തിൽ എന്ത് ചെയ്യണം, കുക്ക് ചെയ്യണം. കട്ട് വെജിറ്റബിൾസ് ഇൻ ലാർജ് പീസ് ലെങ്ത് വൈസ് മിനിമൈസ് എക്സ്പോഷർ ടു ഹീറ്റ്. അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ വലുതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സെർവ് കുക്ക്ഡ് ഫുഡ് ഇമ്മീഡിയറ്റ്ലി, നമ്മൾ കുക്ക് ചെയ്ത ഫുഡ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, സെർവ് ചെയ്യുക. കുറേ നേരം ഓവർ കുക്കിങ്ങും റീഹീറ്റിംഗ് റിപ്പീറ്റ്ലി, അതായത് ചൂടാക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കുറേ നേരം കുക്ക് ചെയ്യുക, അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു 5-6 പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്ന 5-6 പോയിൻറ്റ്സ് ഇതിൽ നിന്നും പഠിച്ചു വെക്കുക. പിന്നെ വരുന്നത് ഹെൽത്തി ഫുഡ് ഹാബിറ്റാണ്. ഹെൽത്തി ഫുഡ് ഹാബിറ്റിൽ നമ്മളൊരു ഹെൽത്തി ലിവിങ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഹാബിറ്റുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇതും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിലേതെങ്കിലുമൊക്കെ 3-4 പോയിൻ്റ് പഠിച്ചു വെക്കുക. ചിലപ്പോൾ എസ്സേ ആയിട്ട് ചോദിച്ചാൽ 12 മാർക്കാണല്ലോ എസ്സേ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു മെയിനായിട്ടുള്ള പോയിൻറ്റ്സെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ കഴിയണം കേട്ടോ. മെയിൻറ്റെയിൻ റെഗുലേറ്ററി ഇൻ റുട്ടീൻ, അതായത് കറക്റ്റായിട്ടുള്ള ഒരു റുട്ടീൻ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് കറക്റ്റ് സമയത്തിന് ഉറങ്ങണം, കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിക്കണം, അങ്ങനെയുള്ള പ്രോപ്പർ മീൽസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതാക്കണം. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ വരുന്നത് ഈറ്റ് ആസ് മച്ച് നാച്ചുറൽ ഫുഡ് ആസ് പോസിബിൾ. അതുപോലെ തന്നെ നമ്മൾ പ്രിസേർവ് ചെയ്തിട്ടുള്ള ഈ ജ്യൂസുകൾ, അച്ചാറുകൾ, അങ്ങനെയുള്ള ഫുഡിനെക്കാട്ടിലും നാച്ചുറൽ നിന്ന് കിട്ടുന്ന ഫുഡുകൾ നമ്മൾ മെയിനായിട്ട് കഴിക്കണം. രണ്ടാമത്തെ പോയിന്റ്, അഡാപ്റ്റ് യുവർ സെൽഫ് ടു സീസണൽ വേരിയേഷൻ. അതായത് ഓരോ സീസൺ മാറുന്തോറും നമ്മുടെ ഡയറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യണം, അതിലുള്ള ഫുഡ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. കാരണം സമ്മർ സീസൺ ആകുമ്പോൾ എന്താണ്, ചൂട് കൂടുമല്ലോ, അപ്പോൾ നമ്മുടെ ബോഡിയിൽ സ്വെറ്റ് അധികം ഉണ്ടാകും. സോ ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ വാട്ടർ, അതുപോലെ ഇലക്ട്രോലൈറ്റൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഓക്കെ. പിന്നെ വരുന്നത് ഈറ്റ് വെൽ ബട്ട് ഡു നോട്ട് ഓവർ ഇറ്റ്. അതായത് നമ്മൾ ഭക്ഷണം അത്യാവശ്യത്തിന് കഴിച്ചാൽ മതി, ഓവറായിട്ട് ഭക്ഷണം കഴിക്കരുത്. ഒരു ദിവസം ഒരു 3-4 വട്ടം ഭക്ഷണം കഴിക്കുക, പക്ഷേ ആ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഓവറായിട്ട് നമ്മൾ കഴിക്കരുത്. ഒരു വെക്കണം, ലിമിറ്റ് വെക്കണം എല്ലാത്തിനും. നമ്മുടെ ബോഡിക്ക് ഡൈജസ്റ്റബിൾ ആവുന്ന രീതിയിലുള്ള ഫുഡ് വേണം നമ്മൾ കഴിക്കാൻ. പിന്നെ അതുപോലെ തന്നെ സാൾട്ട്, സ്പൈസസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഫുഡിൽ നിന്നും അവോയ്ഡ് ചെയ്യണം. എക്സസീവായിട്ട് സാൾട്ടും എരിവും ഉപ്പൊക്കെ അധികമായിട്ട് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തരുത്. അത് നമ്മുടെ ബോഡിക്ക് എന്താണ്, വളരെയധികം ഹാംഫുള്ളാണ്. നമ്മൾ പിക്കിൾസ്, മസാലകൾ, അല്ലെങ്കിൽ സാൾട്ടഡ് ആയിട്ടുള്ള പോപ്കോൺ, ഇതൊക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ക്യാൻസർ, അങ്ങനെയുള്ള പല അസുഖങ്ങളും വരും. അതുപോലെ തന്നെ ഉപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ബോഡിയിൽ സോഡിയം കൂടുകയും ഹൈ ബ്ലഡ് പ്രഷർ നമ്മുടെ ബോഡിയിൽ വരാനുള്ളൊരു ടെൻഡൻസി കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവോയ്ഡ് ടു മച്ച് സ്വീറ്റ്സ്, മധുര പലഹാരങ്ങൾ
അധികം കഴിക്കുന്നത് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഈ മധുര പലഹാരത്തിൽ സൂക്രൂസ് അടങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ പല്ലുകളുടെ ഡെൻ്റൽ പ്രോബ്ലംസിന് അതെന്ത് ചെയ്യുന്നു, കാരണമാകുന്നു. ജാം, ജെല്ലീസ് ഇതൊക്കെയാണ് അതിനുള്ള എക്സാമ്പിൾ. സോ മധുര പലഹാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡയറ്റിൽ നിന്നും ഒഴിവാക്കണം. പിന്നെ ഈറ്റ് ഫുഡ് വിച്ച് കണ്ടെയ്നിങ് കാർബോഹൈഡ്രേറ്റ് എസ്പെഷ്യലി സ്റ്റാർച്ച് ആൻഡ് ഫൈബർ. കാർബോഹൈഡ്രേറ്റുള്ള ഫുഡ് വേണം നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ സ്റ്റാർച്ചും ഫൈബറും ആണ് മെയിനായിട്ട് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് കൊണ്ട് ഇതാക്കുന്നത്. അതായത് ഈ സിമ്പിൾ ഷുഗേഴ്സ് ഉണ്ടല്ലോ, ഹണി, ടേബിൾ ഷുഗർ, നമ്മുടെ പഞ്ചസാരയൊക്കെ ഉണ്ടല്ലോ, മിൽക്ക്, ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റുള്ള ഫുഡിലേക്കാട്ടിലും സ്റ്റാർച്ച് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള സെറൽസ് പോലെയുള്ള ഫുഡുകളാണ് നമ്മൾ കഴിക്കേണ്ടത്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാർബോഹൈഡ്രേറ്റ് കിട്ടും. സോ അങ്ങനെയുള്ള ഫുഡുകൾക്ക് ഡൈജസ്റ്റബിൾ ആയിരിക്കും. മറ്റേ എന്താണ് സിമ്പിൾ ഷുഗർ കാർബോഹൈഡ്രേറ്റിനെക്കാട്ടിലും ഡൈജസ്റ്റബിൾ ആയിരിക്കും ഇതുപോലുള്ള സെറൽസ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഇതിലൊക്കെയുള്ള കാർബോഹൈഡ്രേറ്റ്സ്. പിന്നെ പറയുന്നത് അവോയ്ഡ് ഫുഡ് വിച്ച് കണ്ടെയ്ൻ ലാർജ് എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ആൻഡ് സാച്ചുറേറ്റഡ് ഫാറ്റ്. അതുപോലെ തന്നെ ഫാറ്റും ഓയിലൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുക, കഴിയുന്നതും ലാർജ് എമൗണ്ട് തന്നെ എന്ത് ചെയ്യുക, അത് ഒഴിവാക്കുക. ഓക്കെ, അത് ഒഴിവാക്കണം. പിന്നെ പറയുന്നത് ചെക്ക് വെയിറ്റ് റെഗുലർലി ആൻഡ് മെയിൻറ്റെയിൻ ഐഡിയൽ വെയിറ്റ്. ഒരു കറക്റ്റ് വെയിറ്റ് എന്ത് ചെയ്യുക, എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഓവർ വെയിറ്റും ആകരുത്, അണ്ടർ വെയിറ്റും ആകരുത്. അതിൻ്റെ ഇടയിലുള്ള ഒരു ബാലൻസ്ഡ് വെയിറ്റ് എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും കൺട്രോൾ ചെയ്ത് പോവുക. പിന്നെ വരുന്നത് അവോയ്ഡ് ഈറ്റിംഗ് ദ സെയിം കൈൻഡ് ഓഫ് ഫുഡ് ഓൾ ദ ടൈം. എല്ലാ സമയത്തും ഒരേപോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. നമ്മുടെ ഫുഡിൽ എന്ത് ചെയ്യുക, വെറൈറ്റീസ് കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ്, നല്ല ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഇത് നമുക്ക് ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നും ഒരു 3-4 പോയിന്റുകൾ നിങ്ങൾ പഠിക്കണം. ഒരു ഹെൽത്തി ലിവിങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഗൈഡ് ലൈൻസുകളാണ്. നല്ലൊരു റുട്ടീൻ റെഗുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നാച്ചുറൽ ഫുഡുകൾ കഴിക്കുക, സീസൺസിനനുസരിച്ച് നമ്മൾ ഡയറ്റിലുള്ളത് മാറ്റം വരുത്തുക, ഓവറായിട്ട് ഭക്ഷണം കഴിക്കരുത്, കഴിക്കുമ്പോൾ നല്ലപോലെ കഴിക്കുക, പക്ഷേ ഓവറാക്കരുത്. അതുപോലെ തന്നെ സാൾട്ട്, സ്പൈസസ്, ഉപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. കാരണം അതിൽ സോഡിയം അടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്വീറ്റ്സ്, മധുര പലഹാരങ്ങൾ, സൂക്രൂസ് അടങ്ങിയിട്ടുള്ള സ്വീറ്റ്സുകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണങ്ങൾ, സ്റ്റാർച്ച്, ഫൈബറൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ടുള്ള ഹണി, ടേബിൾ ഷുഗർ അതൊന്നും കഴിക്കാതെ സ്റ്റാർച്ച് പ്രസൻ്റ് ആയിട്ടുള്ള സെറൽസ്, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ കൊളസ്ട്രോൾ, സാച്ചുറേറ്റഡ് ഫാറ്റ്സിനൊക്കെ കാരണമായിട്ടുള്ള ഫുഡുകൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കുക. ഒരു വെയിറ്റ് ബാലൻസ്ഡ് വെയിറ്റ് എപ്പോഴും കൺട്രോൾ ചെയ്ത് പോവുക, മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ എല്ലാ ടൈമിലും ഒരുപോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അങ്ങനെ നമ്മൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഹെൽത്തി ലിവിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ്. പിന്നെ പറയുന്നത് ജങ്ക് ഫുഡാണ്. ജങ്ക് ഫുഡിനെ കുറിച്ച് മെയിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ജങ്ക് ഫുഡ് എന്താണ്, നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. ജങ്ക് ഫുഡ് കഴിച്ചാൽ എന്താണ്, ധാരാളം അസുഖങ്ങൾ നവ ഡേയ്സിൽ കണ്ടുവരുന്നതാണ്. നമ്മുടെ കിഡ്നിക്ക് ദോഷമാണ്, ഹേർട്ട്, ലിവർ, ബ്രെയിനൊക്കെ ഡാമേജ് വരുത്തും. അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ജങ്ക് ഫുഡിനെ കുറിച്ച് എന്താണോ നിങ്ങൾക്ക് അറിയുന്നത് അത് എഴുതുക. നമുക്കറിയാം ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ എന്തൊക്കെ വരുന്നത്, അത് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്യാം. മലയാളത്തിലാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നതെങ്കിൽ ആദ്യം മുതലേ മലയാളത്തിൽ ആൻസർ ചെയ്ത് നമ്മൾ +2 മലയാളം ഇംഗ്ലീഷും എഴുതാം. അതുകൊണ്ട് മലയാളത്തിൽ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ മലയാളത്തിൽ എഴുതുക, ഇംഗ്ലീഷിൽ അറിഞ്ഞാൽ എന്ത് ചെയ്യുക, ഫുൾ ആൻസറിൻ്റെ ക്വസ്റ്റ്യനും ഇംഗ്ലീഷിൽ എഴുതുക, മലയാളത്തിലാണെങ്കിൽ ഫുൾ ആൻസറും മലയാളത്തിൽ എഴുതുക. പിന്നെ വരുന്നത് മെത്തേഡ്സ് ഓഫ് എൻഹാൻസിങ് ന്യൂട്രിയൻ്റ് അവൈലബിലിറ്റി. ഇതിൽ നിങ്ങൾ ജെർമിനേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. അതായത് ന്യൂട്രിയൻ്റ് അവൈലബിലിറ്റി കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ, ഒരു ഫുഡിൽ ന്യൂട്രിയൻ്റ് അവൈലബിലിറ്റി കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ. ഫസ്റ്റത്തെ ഒരു മാർഗ്ഗമാണ് ജെർമിനേഷന്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പേപ്പറിൽ അധികം ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളൊരു പോയിൻ്റാണിത്. ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് ഈ പൾസസ്, ഗ്രെയിൻസൊക്കെ നമ്മൾ രാത്രി വെള്ളത്തിലിട്ട് വെക്കുമല്ലോ, എന്നിട്ടൊരു രാവിലെ ആകുമ്പോഴത്തേനും നമ്മളത് എടുക്കും. അങ്ങനെ എടുത്തത് നമ്മൾ ഒരു ക്ലോത്ത് കൊണ്ട് കുറച്ചൊരു 24 മണിക്കൂറൊക്കെ അത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ നമ്മൾ വെച്ചാൽ ഒരു വെള്ളമായിട്ടുള്ളൊരു ആര് പോലത്തെ സാധനം അതിൽ ഇങ്ങനെ വരുമല്ലോ, ഈ ഒരു ഫിഗറത്തെ പോലെ. നമ്മൾ ഈ പയറൊക്കെ വെള്ളത്തിലിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതുപോലെ വരുമല്ലോ. ഇത് നമ്മുടെ ബോഡിയിലേക്ക് നല്ലൊരു ന്യൂട്രിയൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. സോയാബീൻ, ഗ്രീൻ ഗ്രാമിലൊക്കെയാണ് ഇത് മെയിനായിട്ട് ജെർമിനേറ്റ് ചെയ്യുന്നത്. സോ അതെന്താണ്, നമ്മുടെ ബോഡിയിൽ ന്യൂട്രിയൻ്റ് അവൈലബിലിറ്റി കൂട്ടാൻ വേണ്ടി സാധിക്കും ബോഡിയിൽ.
ഇത് ഇങ്ങനെയുള്ള സെറൽ ഗ്രെയിൻസ് ഉണ്ടല്ലോ, വിറ്റാമിൻ സി അടങ്ങിയിട്ട് എൻറിച്ച്ഡ് ആണ് ഇങ്ങനെയുള്ള സെറൽസിൽ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിച്ചാൽ എന്താണ്? ദ ഗ്രെയിൻസ് ആൻഡ് പൾസസ് ബിക്കം എൻറിച്ച്ഡ് വിത്ത് വിറ്റാമിൻ സി. വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഇതാണ് എന്ത്? സെറൽസും പൾസസും ഒക്കെ. അതുപോലെ തന്നെ ഇതിൽ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഒക്കെ ഇതിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ബോഡിക്ക് ഇത് പെട്ടെന്ന് ഡൈജസ്റ്റബിൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇറ്റ് ഈസ് ബിക്കം സോഫ്റ്റർ ആൻഡ് ച്യൂവബിൾ, മോർ ഡൈജസ്റ്റബിൾ. പിന്നെ അതുപോലെ തന്നെ നിയാസിൻ, റൈബോഫ്ലാവിൻ, ഫോളിക് ആസിഡ് ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിൽ കൂട്ടും. അതുപോലെ തന്നെ എക്കണോമിക്കലി എന്ത് ചെയ്യുന്നു? നമ്മുടെ ന്യൂട്രിയൻ കണ്ടൻറ്റ്, ഫുഡിലെ ന്യൂട്രിയൻ കണ്ടൻറ്റ് എക്കണോമിക്കലി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വേ ആണിത്. അതുപോലെ തന്നെ കുക്കിംഗ് ടൈം കുറയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു 3-4 പോയിൻറ്റ് പഠിച്ചു വെക്കുക. പിന്നെ ഫെർമെൻറ്റേഷനാണ്. ഫെർമെൻറ്റേഷൻ നമുക്ക് അറിയാവുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഫുഡിലേക്ക് മൈക്രോ ഓർഗാനിസം ആഡ് ചെയ്തിട്ട് ആ ഫുഡിൻ്റെ കെമിക്കൽ, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫെർമെൻറ്റേഷൻ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു അപ്പം ചുടുമ്പോഴൊക്കെ നമ്മൾ അതിലേക്ക് ഈസ്റ്റ് അതുപോലെ തന്നെ മറ്റ് മൈക്രോ ഓർഗാനിസത്തിനെ ആഡ് ചെയ്യും. അതിങ്ങോട്ട് രാവിലെ എണീക്കുമ്പോഴത്തേന് അതൊരു പഫായിട്ട് പൊന്തി വരുമല്ലോ അല്ലേ, സോഫ്റ്റായിട്ടൊക്കെ. ആ ഒരു മെത്തേഡാണ് ഫെർമെൻറ്റേഷന്. ഇതിൽ നമ്മൾ ഫുഡായിട്ട് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് തൈരും അതുപോലെ തന്നെ ഈസ്റ്റുമാണ്. ഈ ഫെർമെൻറ്റഡ് ഫുഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അതിൽ വിറ്റാമിൻ സിൻ്റെ കണ്ടൻറ്റ് എന്താണ്? കൂടുതലാണ്. അതുപോലെ തന്നെ നിയാസിൻ, റൈബോഫ്ലാവിൻ, തയാമിൻ ഇതിൻ്റെ കണ്ടൻറ്റൊക്കെ എന്ത് ചെയ്യുന്നു? ഇരട്ടിയാക്കുന്നു. ഫുഡിൻ്റെ ഫ്ലേവർ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. ടെക്സ്ചർ കൂട്ടുന്നു. നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡൈജസ്റ്റബിൾ ആണ് ഈ ഫുഡ്. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് അവിടെ ഒന്നും പറയുന്നില്ല. സോ അതിൻ്റെ അഡ്വാൻറ്റേജസ് പഠിച്ചാൽ മതി. പിന്നെ കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരം ഫുഡുകൾ ഒരു ടൈമിൽ മിക്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ ദോശയുടെ കൂടെ എന്ത് ചെയ്യുന്നു? ചെറുപയർ കറി കൂട്ടുന്നു. അപ്പം നമുക്കവിടെ ചെറുപയറിൻ്റെ വിറ്റാമിൻസും കിട്ടും, ദോശയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻസും പ്രോട്ടീൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചോറ് തിന്നാൽ അതിലേക്ക് സാമ്പാർ കൂട്ടിയാൽ അതിലുള്ള വെജിറ്റബിൾസിൻ്റെ ഇതും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ചോറ് റൈസിൽ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ച് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. അപ്പോൾ അതാണ് കോമ്പിനേഷനിൽ പറയുന്നത്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺലി അവൈലബിൾ ഫുഡാണ്. ഫ്രം ഡിഫറെൻറ്റ് ഫുഡ് ഗ്രൂപ്പ്സ് ആർ മിക്സ്ഡ് വൺ ഡിഷ്. ഒരൊറ്റ ഡിഷായിട്ട് എന്ത് ചെയ്യുന്നു? വ്യത്യസ്ത തരം ഫുഡുകൾ മിക്സ് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു? എൻഹാൻസ് ന്യൂട്രിയൻസ് ആൻഡ് ഗെറ്റ് ബെറ്റർ ടേസ്റ്റ്. അതിൻ്റെ ടേസ്റ്റ് കൂട്ടുകയും ന്യൂട്രിയൻസും കൂട്ടുകയും ചെയ്യുന്നു. ഇതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇഡ്ഡലി, ദോശ മിക്സ് ഒക്കെ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ സെറൽസ്, പൾസസ്, വെജിറ്റബിൾസ് ഒക്കെ എന്താണ്? അതിലൊക്കെ നല്ല എമൗണ്ടിൽ പ്രോട്ടീൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് സെറൽ ആൻഡ് മിൽക്ക് ഇംപ്രൂവ് പ്രോട്ടീൻ ആൻഡ് കാൽഷ്യം കണ്ടൻറ്റ് ഓഫ് ഫുഡിലെ കാൽഷ്യം കണ്ടൻറ്റും പ്രോട്ടീൻ്റെ ഒക്കെ കണ്ടൻറ്റ് എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. സെറൽ ആൻഡ് വെജിറ്റബിൾ കോമ്പിനേഷൻ എൻഹാൻസ് വിറ്റാമിൻ എ, കാൽസ്യം, അയേൺ കണ്ടൻറ്റ് ഓഫ് ഫുഡിലുള്ള അയേണും കാൽഷ്യം കണ്ടൻറ്റുള്ള നമ്മൾ വിറ്റാമിൻ എ ഒക്കെ എൻഹാൻസ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് അറിയാവുന്ന പോയിൻറ്റ്സുകൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ, മലയാളത്തിൽ എഴുതിയാലും +1 +2 പരീക്ഷകൾക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പിന്നെ ഫോർട്ടിഫിക്കേഷനാണ്. ഫോർട്ടിഫിക്കേഷനും നിങ്ങൾ പഠിച്ചു വെക്കണം, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ food fortification is commonly defined the addition of one or more essential nutrients of food, whether or not it is normally contained in a food, for purpose of preventing, correcting and demonstrating nutrient deficiency. Fortified atta, iodized salt. അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫർദർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലേക്ക് കുറച്ച് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഫുഡ് കേട് വരാതെ ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് എന്ത്? ഫോർട്ടിഫിക്കേഷൻ. ഫോർട്ടിഫൈഡ് ചെയ്തിട്ടുള്ള ആട്ടപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാമല്ലോ. സോ അതാണ് അവിടെ പറയുന്നത്. അതിനുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഈസ് മോർ എഫക്റ്റീവ് ദാൻ അതർ മെത്തേഡ്. ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള മെത്തേഡ്സിനെക്കാട്ടിലും കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവാണ്. പൈസക്ക് എന്താണ്? കുറവാണ്. ന്യൂട്രിയൻ സ്റ്റാറ്റസ് എന്ത് ചെയ്യുന്നു? ഇംപ്രൂവ് ചെയ്യുന്നു. ബോഡി സ്റ്റോർ ഓഫ് ന്യൂട്രിയൻസ് മോർ എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. നമ്മുടെ ബോഡി പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഫോർട്ടിഫൈഡ് ഫുഡ് ഐറ്റംസിൽ മൈക്രോ ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അടങ്ങിയിട്ടുണ്ട്. മൈക്രോ ന്യൂട്രിയൻസ് എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇവിടെ ജെർമിനേഷൻ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ നോർമലി നമുക്ക് അറിയാവുന്നതാണ്, എന്താണ് മൈക്രോ ഓർഗാനിസ് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫുഡുകളെയാണ് നമ്മൾ ഫെർമെൻറ്റേഷൻ പറഞ്ഞാൽ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുഡ് മിക്സ് ചെയ്തുങ്ങാണ്ട്, അതായത് ഒരു ഫുഡിൻ്റെ ചോറിൻ്റെ കൂടെ കറി, വെജിറ്റബിൾസ് കറി, അല്ലെങ്കിൽ ദോശയുടെ കൂടെ വേറൊരു കറി, അങ്ങനെ ഫുഡുകൾ മിക്സ് ചെയ്യുന്നതാണ് എന്ത്, കോമ്പിനേഷന്. ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, കേടുവരാതെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിക്കൊക്കെ വേണ്ടിയിട്ട് കേടുവരാതെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിലേക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഫോർട്ടിഫിക്കേഷന്. ഫോർട്ടിഫൈഡ് ആട്ട അതൊക്കെയാണ് എക്സാമ്പിൾ. സോ ഈ 3 മെത്തേഡ് ഉണ്ടല്ലോ, ഈ 3 മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അത് ഈസിലി ഡൈജസ്റ്റബിൾ ആണ്, വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്, നിയാസിൻ, റൈബോഫ്ലാവിൻ, ഫോളിക് ആസിഡ് ഉണ്ട്, ടൈം കുറക്കും. ഇങ്ങനെയുള്ള എല്ലാത്തിനും എന്താണ് സെയിം ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വളരെയധികം സിമ്പിളാകും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അത് ഞാൻ പറഞ്ഞു തരാം. ഈ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ വന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട പോയിൻറ്റ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ജെർമിനേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ജെർമിനേഷൻ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നോക്കട്ടെ കേട്ടോ, ജങ്ക് ഫുഡ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അഥവാ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കണം. പിന്നെ ഇതായത് ഗൈഡ് ലൈൻസ് ഓഫ് ഹെൽത്തി ലിവിങ്, ഒരു ഹെൽത്തി ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്താണ്, നല്ലൊരു റുട്ടീൻ തയ്യാറാക്കണം, നാച്ചുറൽ ഫുഡുകൾ കഴിക്കണം, സീസണിനനുസരിച്ച് എന്ത് ചെയ്യണം, ഫുഡ് മാറ്റിക്കൊണ്ടിരിക്കണം, ഓവറായിട്ട് കഴിക്കരുത്, ഉപ്പും സ്പൈസസ് അതായത് എരിവൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കണം, സ്വീറ്റ്സ് അധികം കഴിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. സോ അതൊരു കോമൺ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. പിന്നെ ഇത് പഠിക്കണം, കൺസർവേഷൻ ഓഫ് ന്യൂട്രിയൻസിൽ 3-4 പോയിൻ്റ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. പിന്നെ ഇത് ലോസ് ഓഫ് ന്യൂട്രിയൻസ് ഡ്യൂറിങ് കുക്കിങ്ങിൻ്റെ സമയത്ത് ന്യൂട്രിയൻസ് ലോസ് ആവുന്നു, എങ്ങനെയൊക്കെ ലോസ് ആകാം, നമുക്കറിയാവുന്ന സിമ്പിൾ മെത്തേഡ്. ഓവർ വാഷ് ചെയ്താൽ, ഓവർ ഹീറ്റ് ചെയ്താൽ, ഓവർ പീൽ ചെയ്താൽ, പ്രിപ്പറേഷൻ്റെ സമയത്ത് കേടുവരാം, ഓവർ ഫ്രൈ ചെയ്താൽ, ഇതൊക്കെ എന്താണ് സിമ്പിളാണ്. സോ മനസ്സിലാക്കിക്കുക. അഡ്വാൻറ്റേജസ് പഠിക്കണം, കുക്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് പഠിക്കണം, ബോയിലിംഗ് നിർബന്ധമായിട്ട് പഠിക്കണം, പ്രഷർ കുക്കർ പഠിക്കണം, പിന്നെ പ്രഷർ കുക്കിങ്ങിൻ്റെ മെത്തേഡ് പഠിക്കണം. പിന്നെ വരുന്നത് കുക്കിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ നിർബന്ധമായിട്ട് പഠിക്കണം, 3 മാർക്കിന് ചോദിക്കാം. സോ അത് പഠിക്കണം. പിന്നെ ഫുഡ് പിരമിഡ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അഥവാ ചോദിച്ചാൽ 2 മാർക്കിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയണം. കാരണം എല്ലാ ഡയറ്റും അടങ്ങിയിട്ടുള്ള ഒരു പിരമിഡ് ആണ് എന്ത്, ഫുഡ് പിരമിഡ് എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ഡയറ്റുള്ള ഒരു ഇതാണ്. പിന്നെ ഇവിടെ പറയുന്നത് ഈ ICMRൻ്റെ ഫുൾ ഫോം എന്തായാലും പഠിച്ചേക്കണം, 1 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡാണ്, അതിൽ പെരിഷബിൾ ഫുഡ് പഠിക്കണം, നോൺ പെരിഷബിൾ ഫുഡ് പഠിക്കണം, അതുപോലെ തന്നെ എനർജി ഈൽഡിങ് ഫുഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ്, പ്രൊട്ടക്റ്റീവ് റെഗുലേറ്ററി ഫുഡ്. ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും പഠിക്കണം. എന്നാൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ നമുക്കിതിൽ നിന്ന് വന്നിട്ടുള്ള കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഈ ചാപ്റ്ററിനെ കുറിച്ചുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയാം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് വരുന്നത് വാട്ട് ഡു യു മീൻ ബൈ ജെർമിനേഷൻ, എന്താണ് ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജസ്, 3 ന്യൂട്രിയൻ്റ് അഡ്വാൻറ്റേജസ് എഴുതാനാണ്. അതിന് 4 മാർക്കാണ്. പിന്നെ കുറേ എക്സാം പേപ്പറുണ്ട്, എക്സ്പാൻഡ് ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് 1 മാർക്കിന് നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ എക്സ്പ്ലെയിൻ ബോയിലിംഗ് മെത്തേഡ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് 3 മാർക്കിന്. ക്ലാസിഫൈ ഫുഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫംഗ്ഷൻ, ബേസ് ചെയ്തിട്ട് ഫുഡ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ആ 3 ക്ലാസിഫൈ ചെയ്ത ഫംഗ്ഷൻ ഉണ്ട്, ക്ലാസിഫൈ ചെയ്ത മെത്തേഡ് ഉണ്ടല്ലോ, അതായത് ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ എന്താണ് ഫുഡ് ഗ്രൂപ്പ് ബേസ് ചെയ്തിട്ട്, അങ്ങനെ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലോ, പെരിഷബിൾ ഫുഡ്, നോൺ പെരിഷബിൾ ഫുഡൊക്കെ, അതാണ് അവിടെ എഴുതേണ്ടത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എനർജി ഈൽഡിങ് ഫുഡ്, പ്രൊട്ടക്റ്റീവ് റെഗുലേറ്ററി ഫുഡ്. എനർജി ഈൽഡിങ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റും ഫാറ്റും അടങ്ങിയിട്ടുള്ള ഫുഡ് നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി തരുന്നു.
കാർബോഹൈഡ്രേറ്റ് മീൻസ് മെയിനായിട്ട് സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള ഫുഡാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൊട്ടക്റ്റീവ് റെഗുലേറ്ററി ഫുഡ് എന്ന് പറഞ്ഞാൽ വിറ്റാമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയുള്ള ഫുഡുകൾ എന്ത് ചെയ്യുന്നു, ധാരാളം അസുഖത്തിൽ നിന്നും നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഇതിലുള്ള ടോപ്പിക്സുകൾ ഞാൻ പറഞ്ഞല്ലോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് നിർബന്ധമായിട്ട് പഠിക്കണം, ICMR പഠിക്കണം, പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് കുക്കിംഗ്. ഇത് ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇതൊന്നും വിട്ട് കളയരുത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് കുക്കിംഗ്, മെത്തേഡ്സ് ഓഫ് കുക്കിങ്ങിൽ ബോയിലിങ്ങും പ്രഷർ കുക്കിങ്ങും, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടല്ലോ, അതും പഠിക്കണം. ഈ മെത്തേഡ്സ് ഓഫ് കുക്കിംഗ് ഒക്കെ ചിലപ്പോൾ എസ്സേ ആയിട്ടൊക്കെ വരാം. സോ നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡ്സ് ഒക്കെ അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. ലോസ് ഓഫ് ന്യൂട്രിയൻ ഡ്യൂറിങ് കുക്കിങ്ങിൻ്റെ സമയത്ത് ന്യൂട്രിയൻസ് എങ്ങനെയൊക്കെ ലോസ് ചെയ്യുന്നു, അതായത് നമ്മൾ പറഞ്ഞു ഓവറായിട്ട് കുക്ക് ചെയ്യുമ്പോൾ, ഓവറായിട്ട് വാഷ് ചെയ്യുമ്പോഴൊക്കെയാണ് ന്യൂട്രിയൻസ് അവിടെ പോകുന്നത്. പിന്നെ കൺസർവേഷൻ ഓഫ് കുക്കിംഗ് നമുക്ക് എങ്ങനെ കൺസേർവ് ചെയ്യാം, സൂക്ഷിച്ച് വെക്കാം, അത് പറയുന്നു. ഗൈഡ് ലൈൻസ് ഫോർ ഹെൽത്തി ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ്. ജങ്ക് ഫുഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ജെർമിനേഷനും, ഇത്രയും കാര്യങ്ങളാണ്. ജെർമിനേഷൻ പറഞ്ഞാൽ ന്യൂട്രിയൻ്റ് എൻഹാൻസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, ജെർമിനേഷന്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇനി ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. സ്പെഷ്യലായിട്ട് ഓൺലൈൻ ലൈവ് ക്ലാസ് ആവശ്യമുള്ളവർ അതും നിങ്ങൾ എന്ത് ചെയ്യുക, പറയാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ, നിങ്ങളുടെ ഹോം സയൻസിൻ്റെ ഗ്രൂപ്പിൽ മെയിനായി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.